ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ അവതരിപ്പിക്കുന്നു സർവൈവൽ. കഥാസംവിധാനം ദിനേശ് കുറ്റിയിൽ. നാടകരൂപാന്തരണം സഹസംവിധാനം മിനേഷ് രാമനുണ്ണി. സർവൈവൽ. ബാബു ഉറങ്ങടാ മോനെ. അപ്പൂ കരയല്ലടാ ബാബു. അപ്പൂ കരയല്ലേ, അമ്മ ഇപ്പം വരും. എന്നിട്ട് നമുക്കൊന്നിച്ച് ആശുപത്രിയിലേക്ക് പോവാം. നിന്റെ പെങ്ങളൂട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? നല്ല കുട്ടിയായി. നീയും അവൾ ഒന്നിച്ചല്ലടാ ഈ ഭൂമിയിൽ വന്നത്. എന്നിട്ട് വാശിയും ദേഷ്യവും നിനക്കാ കൂടുതൽ. ഉറങ്ങടാ ബാബു. പൊള്ളുന്ന പനിയുണ്ട്. വിനീത ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് എല്ലാവർക്കും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. മോൻ ഉറങ്ങടാ. ഈ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്നും കൂടെ നോക്കാം. എന്തൊരു നാശമാണ് ഇത്. ഒരാഴ്ചയായി ടി വി ചത്ത് കിടക്കുക. ഫോണുകളുടെ കാര്യവും പിന്നെ പറയണ്ട. അവളൊന്ന് പെട്ടെന്നൊന്ന് വന്നിരുന്നെങ്കിൽ. ശിവ, നിങ്ങൾ വല്ലതും തീരുമാനിച്ചോ? ഇപ്പോൾ കൂടി ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ പേമാരിയും വെള്ളപ്പൊക്കം ഒരാഴ്ച കൂടി നിൽക്കുമെന്നാണ് പറയുന്നത്. കഴിവതും ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നാണ് മെസ്സേജ്. ഈ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും വെച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകാനാടോ? മഴയും കാറ്റും, ഒപ്പം വഴികളൊക്കെ ബ്ലോക്കുമാണ്. ഞങ്ങൾ എന്താണോ ചെയ്യുക? പക്ഷേ നമുക്കിനി ഇവിടെ അധികം നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഡാം തുറക്കാൻ പോകുന്നുവെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഈ കെട്ടിടത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. വെള്ളം കയറി വിമാനത്താവളം അടച്ചു. ഇപ്പോഴാണെങ്കിൽ കപ്പൽ സർവീസ് ഉണ്ട്, പക്ഷേ തുറമുഖത്തെത്തണം. അതുമല്ല, വെള്ളം ഇറങ്ങിയാൽ പകർച്ചവ്യാധികൾ വ്യാപകമാവും എന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. എനിക്ക് ആലോചിച്ചിട്ട് തല പെരുക്കുന്നു. കുഞ്ഞിനാണെങ്കിൽ തീരെ സുഖമില്ല. വിനീത വന്നിട്ട് ഒന്ന് ആശുപത്രിയിൽ ഒന്ന് കാണിക്കണം. വിനീതയുടെ വണ്ടിയല്ല വരുന്നത്. എന്നാ നീ ശരി കാണാം. ശിവേട്ടാ, അപ്പൂന് എങ്ങനെയുണ്ട്? അമ്മ എടുക്കാട് കുട്ടാ, വാ. ഓ ഓ ഓ ഓ ഓ വാ. ശിവേട്ടാ, നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോവാന്ന് കരുതിയതാ. നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ഞാൻ ഇവരെയും കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴായിരിക്കും നീ ഇങ്ങോട്ട് വരിക. എന്തായാലും നീ അല്പം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് നിന്റെ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം. ഓ, അങ്ങോട്ട് ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. ഹോസ്പിറ്റൽ ഏതാണ്ട് അടച്ച മട്ട. എല്ലായിടത്തും വെള്ളം, അവർക്കൊന്നും ചെയ്യാനില്ലെന്ന്. ഒരുവിധം എല്ലാവരോടും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞിരിക്കുക. ഇന്ന് രാത്രി ഡാം തുറക്കാൻ സാധ്യതയുണ്ടത്രേ. നമുക്ക് വേഗം ഇവിടം വിടണം. എല്ലാവരും രക്ഷപ്പെടാൻ നോക്കുക. രേഷ്മി അനിതയെല്ലാം ഇന്ന് രാത്രി തുറമുഖത്തേക്ക് പോകുന്നാ പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യാ ശിവേട്ടാ? ആ ടി വിയുടെ കേബിളൊക്കെ തകരാറില്ല, ഒന്നും കിട്ടുന്നില്ല. ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ റേഡിയോ ഒന്ന് വെച്ച് നോക്കൂ. നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരത്തിൽ 5 ദിവസമായി പെയ്യുന്ന പേമാരിയിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും റോഡ് ഗതാഗതം ഏതാണ്ട് നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഴ തുടരുകയാണെങ്കിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നേക്കുമെന്നും നഗരത്തിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. മാത്യൂസും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇനി കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. പോർട്ടിലേക്ക് പോകുന്ന വഴി വല്ല ക്ലിനിക്കും കാണാതിരിക്കില്ല. അപ്പൂവിനെ അവിടെ കാണിക്കാം. നീ ഒരു കാര്യം ചെയ്യും, അത്യാവശ്യം വേണ്ട എന്താ സാധനങ്ങളെന്ന് വെച്ചാൽ പെട്ടെന്ന് പാക്ക് ചെയ്ത് പെട്ടെന്ന് എടുക്കണം. അതിപ്പോ എന്തൊക്കെയാ എടുക്കേണ്ടത്? നാട്ടിൽ കൊണ്ടുപോകാൻ സ്വരുക്കൂട്ടി വെച്ചതാ ഈ കാണുന്നതല്ല. മിക്സിയും ഓവനും ഒക്കെ. ഈ അവസ്ഥയിൽ കുട്ടികളെയും കൊണ്ട് തടി രക്ഷിക്കാൻ നോക്കുക എന്നൊരു വഴിയേ ഉള്ളൂ. അത്യാവശ്യമുള്ള പേപ്പറുകളും സാധനങ്ങളും മാത്രം എടുത്ത് പൊതിഞ്ഞ് ബാഗിൽ വെച്ചോളൂ.
2 ജോഡി ഡ്രസ്സും പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ഭക്ഷണവും വെള്ളം എടുത്തിട്ടുണ്ട്. അത് മതി. അമ്മോ അമ്മോ മോളെ എണീക്ക്. അമ്മോ ദേ ഒന്നെണീറ്റേ. എണീക്ക് മോളെ, വാ, നമുക്ക് പോവാം, വാ. പിന്നെ താക്കോല് മാത്യൂസിൻ്റെ ഫ്ലാറ്റിൽ കൊടുക്കാം അല്ലേ? ഓ, കരയില്ല അപ്പു. ഓ ഓ ഒന്നെ കരയില്ലടാ. ഓ ഓ ഓ ഓ ശിവേട്ട, അപ്പുവിന് തീരെ വയ്യ. അവന് ശിവേട്ട എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. ഞാൻ എന്തായാലും നാളെ കൂടി കാക്കും. ഞാൻ ഒറ്റത്തടിയല്ലേ, ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. കാശില്ല, നാട്ടിൽ ചെന്നാലും പ്രശ്നമാണോടോ. മാത്യൂസേ, ഞങ്ങൾ അതിനൊന്നും കാത്തു നിൽക്കുന്നില്ല. അപ്പുവിന് തീരെ വയ്യ, മരുന്നും തീർന്നു. വഴിയിൽ വല്ല ക്ലിനിക്കിലൊന്ന് കയറണം. ദാ ഈ താക്കോല് താൻ വെച്ചോ. ഫ്ലാറ്റിലെ സാധനങ്ങളൊക്കെ അതൊക്കെ താനെടുത്തോ. തൻ്റെ കയ്യിൽ ബിസ്ക്കറ്റും വല്ലതും ഇരിക്കുന്നുണ്ടോ? വീട്ടിലെ സാധനങ്ങളൊക്കെ ഒക്കെ തീർന്നു പോയടോ. കുട്ടികളെ കൊണ്ടുള്ള യാത്രയല്ലേ, കടകളെല്ലാം അടച്ചതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഇന്നലെ ദുരിതാശ്വാസ പ്രവർത്തകർ എന്നും പറഞ്ഞ് വന്നവർ തന്നതാ. അവരുടെ നേതാവിൻ്റെ പടം ഒട്ടിച്ച ബിസ്ക്കറ്റ് സർക്കാരിൻ്റെ കാശായാലും നേതാവിൻ്റെ പടം ഒട്ടിച്ചേ വിതരണം ചെയ്യുമെന്ന്. ആ, താൻ നാട്ടിലെ അഡ്രസ്സ്, സാധനങ്ങൾ വിറ്റ് വല്ലതും കിട്ടിയാൽ ഞാൻ അയച്ചു തരാം. മാത്യു ചേട്ടാ, കുട്ടികളുടെ മരുന്നും തീർന്നിരിക്കുക. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരക്കിട്ടിറങ്ങിയത് കൊണ്ട് ഞാൻ മരുന്നെടുക്കാൻ വിട്ടുപോയി. ആ, നിങ്ങൾ പോകുന്ന വഴി തന്നെ ആ 2ാമത്തെ ജംഗ്ഷനിൽ നമ്മുടെ റഷീദിൻ്റെ കടയുണ്ട്. അവിടെ അത്യാവശ്യം മരുന്നുകൾ കിട്ടും. മെയിൻ റോഡൊക്കെ വെള്ളം കയറി മൂടിയിരിക്കുക. ഇപ്പോൾ റോഡ് ഏതാ തോടേതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ മലയിടുക്ക് വഴി എങ്ങനെയെങ്കിലും തുറമുഖത്ത് എത്തിയാൽ രക്ഷപ്പെട്ടു. നാട്ടിലെ അഡ്രസ്സൊക്കെ ഈ പേപ്പറിലുണ്ട്. ദൈവം നമ്മളെ കൈവിടില്ല. മാത്യൂസേ, വീണ്ടും കാണാം. പോട്ടെ വിനി, വാ. റോഡൊക്കെ ആകെ വിജനമാണ്. ഒന്നും ഇവിടെ ഇല്ല. പോർട്ടിലെത്തുന്നവരെ തടസ്സമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ദാ നോക്ക്, എല്ലായിടത്തും വെള്ളം മാത്ര. സൂക്ഷിക്കണേ ശിവേട്ടാ. ഇതേ നോക്ക്, അതാണ് മാത്യൂസ് പറഞ്ഞ റഷീദിന്റെ കട. നമുക്കവിടെ നിന്ന് മരുന്നുകൾ വാങ്ങാം. എനിക്ക് ഈ ലീസ്റ്റിലുള്ള മരുന്നുകളൊന്ന് വേണം. മരുന്നൊക്കെ തീർന്നിരിക്കുക. പുതിയ സ്റ്റോക്ക് വരുന്നുമില്ല. ഞാൻ ഒന്ന് നോക്കട്ടെട്ടാ. പനിയുടെ മരുന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ആൻറ്റിബയോട്ടിക് ഇല്ല. അല്ല, ഇതിപ്പോൾ നിങ്ങൾ ഈ രാത്രി ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളിവിടെ വിട്ടു പോവാണ്. പോർട്ടിൽ ചെന്നാൽ നാട്ടിലേക്ക് കപ്പലുണ്ടെന്ന് കേട്ടിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് നാട് പിടിക്കണം. നമ്മുടെ പോർട്ടിൽ നിന്ന് ഇന്നലെ മുതൽ കപ്പൽ സർവീസ് നിർത്തിയിരിക്കുന്നു. ഇന്നലത്തെ മഴയിലും കാറ്റിലുമാണെങ്കിൽ പോർട്ടിനൊരു ഭാഗം തകർന്നിരിക്കുന്നു. എവിടെയൊന്നും വല്ല ബോട്ട് പിടിച്ച് മെയിൻ പോർട്ടിലെത്തിയാലേ കപ്പൽ കിട്ടും. അയ്യോ, അതിന് ബോട്ട് കിട്ടുമോ? അവിടെ ചെന്ന ഭാഗ്യം പോലെ ഇരിക്കപ്പാ. ഇന്നലെ രാത്രി കുറച്ച് പേര് പോയിരുന്നു. അവരെത്തിക്കാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ പോർട്ടിൽ എൻ്റെ ഒരു ചങ്ങായിണ്ട്, മധു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടല്ലേ, നിങ്ങൾ ഓണേ വിളിക്ക്. ആ, ഏതായാലും അധികം വൈകണ്ട. ഇനി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പുവിന് പൊള്ളുന്ന പനിയുണ്ട്, എന്തെങ്കിലും ഉടനെ ചെയ്യണം. 3-4 ക്ലിനിക്കുകൾ അടച്ചിട്ടിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ കണ്ടതല്ലേ. തൽക്കാലം ആ മരുന്ന് കൊടുക്ക്. പോർട്ടിൽ ചിലപ്പോൾ ഡോക്ടർ കാണുമായിരിക്കും. ഭാവി കരയല്ലേടാ. ശിവേട്ടാ, എത്ര നേരായി, നമ്മൾ എത്താറായോ? ആ വിനി, ആ പോർട്ടെത്തി. നീ ഒരു കാര്യം ചെയ്യ്, കുട്ടികളെ കൊണ്ട് വണ്ടിയിലിരിക്കുക. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. അതെ, ഇവിടെ ഈ മധു എന്നൊരാളുണ്ടോ? അതാ അയാളാണ്. മധു സാറല്ലേ? അതെ, ആരാ, എന്തു വേണം? ഞാൻ ശിവൻ. റഷീദിക്കാണ് സാറിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്കും കുടുംബത്തിനും എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം. നല്ല കാര്യമായി. എടോ മനുഷ്യ, ഇപ്പോൾ ഇവിടെ നിന്ന് കപ്പലൊന്നുമില്ല. കപ്പൽ വേണമെങ്കിൽ വലിയ തുറമുഖത്തിലെത്തണം. ഈ നാട്ടിലെ ഒരുവിധം ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അങ്ങനെയൊന്നും പറയണം. സാറിനൊന്ന് സഹായിക്കണം.
എൻ്റെ കുഞ്ഞിനാണെങ്കിൽ തീരെ സുഖമില്ല. ഇവിടെ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ. ആശുപത്രിയൊക്കെ പൂട്ടി ആൾക്കാരെല്ലാം പോയി. നിങ്ങൾ പ്രധാന തുറമുഖത്ത് എത്താൻ നോക്കും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ബോട്ടുകാരനുണ്ട്. അയാൾ സമ്മതിച്ചാൽ അയാളുടെ ബോട്ടിൽ അടുത്ത തുറമുഖം വരെ പോകാം. കയ്യിൽ കാശൊക്കെ കാണുമല്ലോ അല്ലേ? കയ്യിലധികം കാശൊന്നുമില്ല. സാധനങ്ങളൊക്കെ ഇവിടെ വിട്ടിട്ട് ദാ നോക്ക്, ഉടുതുടി മാത്രമായിട്ട് ഇറങ്ങിയതാ. കാശ് ചെലവുണ്ട്, അല്ലാതെ കാര്യം നടക്കില്ല. ഭാര്യയുടെ കയ്യിൽ ആഭരണങ്ങൾ കാണുമല്ലോ അല്ലേ? അതായാലും മതി. സാറേ, നാട്ടിൽ തിരിച്ചു പോയാൽ ജീവിക്കണ്ടേ ഞങ്ങൾക്ക്? ആകെ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ആ മാല കൂടെ ഇങ്ങെടുക്ക്. അങ്ങനെ പറയില്ലേ പ്ലീസ്. വിനി, വിനി, നീ ആ മാലയും എടുത്തേ. ദാ, ഞങ്ങളുടെ കുഞ്ഞിന് തീരെ വയ്യ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇനി മെയിൻ പോർട്ടിൽ എത്തിയിട്ട് നോക്കാം. വേഗം വാ. ഇതാണ് സ്രാങ്ക്. എന്താ മധു, ഇനിയും ആളുകളോ? അല്ല സ്രാങ്കേ, 2 പേര് കൂടി, പിന്നെ ഈ 2 പൈതങ്ങൾ. മധു, അത് നടക്കില്ല. ഒന്നാമത് തന്നെ ഈ കാലാവസ്ഥയിൽ ബോട്ട് എടുക്കുന്നത് റിസ്ക്കാ. ഇപ്പം തന്നെ 15 പേരായി. 10 പേര് കയറേണ്ട ബോട്ടാ. പോരാത്തതിന് ഇന്നലെ മുതൽ ബോട്ടിനാണെങ്കിൽ ചെറിയ ലീക്കും. ഇനി ഒരാളെ കയറ്റാൻ പറ്റില്ല മധു. അതല്ല സ്രാങ്കേ, ഇവർ ഈ കുട്ടികളെയും കൂട്ടി രാത്രിയിൽ എവിടെ പോകും? ഒന്ന് ഹെൽപ്പ് ചെയ്. പൈസ എന്താന്ന് വെച്ചാൽ തരാം. അല്പം മനുഷ്യത്വം കാണിക്കും. മനുഷ്യത്വം അത് നീ സംസാരിക്കുന്നു. ആട്ടെ, നീ ഇവരിന്ന് എത്ര വാങ്ങി? അതെ, എനിക്ക് 10,000 കിട്ടണം. അല്ലാണ്ട് ഈ റിസ്ക് ഞാൻ എടുക്കൂല കേട്ടോ. ശിവ, ഒരു 10,000 കൂടി ഉണ്ടാകുമല്ലോ, അതങ്ങ് കൊടുത്തേക്കും. അയ്യോ, എൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല. കഷ്ടിച്ച് ഒരു 3,000-4,000 ഉറുപ്പ്യ കാണും. എന്നാലേ നിങ്ങൾ വരണ്ട, ഞാൻ ബോട്ട് എടുക്കാൻ പോവാ. അയ്യോ, അങ്ങനെ പറയില്ലേ ചേട്ടാ. നോക്ക്, മോന് തീരെ സുഖമില്ല. അവൻ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അതുകൊണ്ടാ. ഇമാതിരി കരച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഈ വള സ്വർണ്ണമല്ലേ, അതിങ്ങ് തന്നേക്ക്. വിനി, ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നീ അത് ഊരിക്കൊടുക്ക്. എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെട്ടാ മതി ശിവേട്ടാ. ഒരു കാര്യം എല്ലാവരോടും കൂടി പറയുന്നേ, ഇവിടുന്ന് തുറമുഖത്തേക്ക് 5-6 മണിക്കൂർ എടുക്കും. ആൾക്കാരാണെങ്കിൽ ബോട്ടിൽ അധികമുണ്ട്. തിക്കും തിരക്കുണ്ടാക്കിയാലേ എല്ലാം കൂടി കടലിൽ കിടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇപ്പൊ എത്താറായി മോനെ. കാറ്റടിക്കുന്നുണ്ട്. നീ അപ്പൂവിൻ്റെ തല ആ ടർക്കി കൊണ്ടൊന്ന് മൂടും. അമ്മു അച്ഛൻ്റെ തോളിൽ ചേർന്ന് കിടന്നു. മോളെ, അച്ഛൻ്റെ തോളിൽ കിടന്നുറങ്ങിക്കോ. ഇത് വലിയ ശല്യമാണ്. ആ കൊച്ചിന് കഴിക്കാൻ വല്ലതും കൊടുക്കും, വിശന്നിട്ടായിരിക്കും. അയ്യോ, അതിന് വയ്യ, പനിയാ. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാറ്റ് വീശാൻ തുടങ്ങുന്നുണ്ട്. എന്തൊരു തണുപ്പ്. ശിവേട്ടാ, എനിക്ക് പേടിയാണ്. അപ്പൊ വല്ലാതെ വറക്കുന്നുണ്ട്. ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യും? തുറമുഖത്തെത്തിയ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. മഴ ചാറാനും തുടങ്ങിയല്ലോ. അമ്മുന്റെ തല നനയാതെ നോക്കണേ. നശിച്ച രാത്രി. ഇമാതിരി കാറ്റും മഴയും മരുന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ബോട്ട് ഇറക്കില്ലായിരുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? കാശ് അങ്ങോട്ട് എണ്ണി തന്നിട്ടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കടലാണെങ്കിൽ ശോഭിച്ചിരിക്കുക, ബോട്ടിലാണെങ്കിൽ ആളും അധികം. നാട്ടിലുള്ളവരെ മൊത്തം ബോട്ടിൽ കയറ്റാൻ ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. എന്ത് വന്നാലും ബോട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. എന്തൊരു നശിച്ച മഴയായത്. അപ്പോ മോനെ, കണ്ണു തുറക്കടാ. അപ്പോ കണ്ണു തുറക്കടാ. അയ്യോ, അപ്പോ ശിവേട്ടാ, അപ്പോ ഛർദ്ദിക്കുന്നുണ്ട്. മോനെ, അപ്പോ ഒന്ന് പുറത്ത് തടവി കൊടുക്ക് വിനി. ആ മരുന്ന് മുഴുവൻ ഛർദ്ദിച്ചു പോയല്ലോ. അവരിത്തിരി വെള്ളം കൊടുക്കുക. അയ്യോ ശിവേട്ടാ, അമ്മൂനൊന്ന് നോക്ക്. ബോട്ട് ആടുമില്ലെന്നുണ്ടല്ലോ. നാശം. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. തുറമുഖത്തെത്താൻ ഇനി എത്ര സമയം എടുക്കും? ഇന്നൊരു വല്ലാത്ത കാലാവസ്ഥയാണ്.
നമ്മൾ വൈകുമെന്നാ തോന്നുന്നത്. അയാളുടെ കൊച്ചിന് കൂടുതലാണ്. വേഗം കരയെത്താൻ നോക്കും. ഞാൻ എത്ര കൊല്ലമായി പണി തുടങ്ങിയിട്ട് ജീവിതവും മരണവും എത്ര കണ്ടു. ലക്ഷണം കണ്ടിട്ട് ഈ കുട്ടി ഈ രാത്രി അതിജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് അതിന് ആരോഗ്യമില്ല, രണ്ടാമത് കടലിന്റെ കൊലവിളി കണ്ടില്ലേ? കടലമ്മയ്ക്ക് ഭ്രാന്ത് ഇളകിയിട്ടുണ്ട്. ഈ രാത്രി അതിനൊരു ജീവൻ വേണ്ടിവരും. ഓരോന്ന് പറഞ്ഞ് താൻ പേടിപ്പിക്കാതെ. അപ്പോ എടാ ഒന്ന് കണ്ണു തുറക്കടാ. എന്തൊരു കഷ്ടം ഇത്. ഈ യാത്ര എപ്പോ തീരും? അപ്പു മോനെ, മോനെ കണ്ണു തുറക്കടാ അപ്പു. ശിവേട്ട, അപ്പു കിടന്ന് വിറയ്ക്കുന്നു. അയ്യോ മോനെ. ഈ നടുക്കടലിൽ എന്ത് ചെയ്യും? എന്തൊരു കാറ്റായത്. മോനെ അപ്പോ കണ്ണു തുറക്കടാ, കണ്ണു തുറക്ക്. വിനി ദേ നോക്ക്, അവൻ ആകെ മരവിച്ചിരിക്കുകയാണല്ലോ. അയ്യോ ശിവേട്ട, അപ്പുന് ശ്വാസം കിട്ടുന്നില്ല. അപ്പു മോനെ, അപ്പു അപ്പു, അയ്യോ അപ്പു അപ്പു, അയ്യോ അയ്യോ അപ്പു അപ്പു. എനിക്കിത് കാണാൻ വയ്യ, എനിക്കിത് കാണാൻ വയ്യ. അവരതാ കിടന്ന് പടക്കുക, എന്റെ മോൻ കിടന്ന് പടക്കുക. അയ്യോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആ കുഞ്ഞിന് ആരെങ്കിലും ഇച്ചിരി വെള്ളം കൊടുക്കും. എന്റെ മോനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എനിക്കിത് കാണാൻ വയ്യ. അവരതാ കിടന്ന് പടക്കുക. ഇനി അവന്റെ കൈയും കാലും ഒന്ന് തടവി ചൂടാക്കി കൊടുക്കും. അപ്പൂ ഒന്ന് കണ്ണു തുറക്കടാ. അപ്പൂ അയ്യോ അപ്പൂ, എന്റെ മോനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അപ്പൂ എന്റെ മോനെ രക്ഷിക്കണേ. അപ്പൂ 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 കണ്ണു തുറക്കടാ. അപ്പൂ അപ്പൂ. അമ്മയാടാ, അമ്മയാടാ വിളിക്കണേ. ഒന്ന് കണ്ണു തുറക്കണം വന്നെ. അമ്മയുടെ മുത്തല്ലടാ. വാവേ വാവേ, അമ്മയുടെ വാവേ. കടലാകെ കലി കയറി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കടലമ്മയ്ക്ക് ഒരു ജീവൻ വേണ്ടി വരുമെന്ന്. കടലിലെ വിശ്വാസങ്ങളൊന്നും അങ്ങനെ തെറ്റാറില്ല. വല്ലാത്ത ഒഴുക്കുണ്ടല്ലോ ഇവിടെയൊക്കെ. പ്രശ്നം അതല്ല, ഈ ശവം കൊണ്ട് നമ്മൾ ഇനി ബാക്കി ദൂരം മുഴുവൻ പോകണ്ടേ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കടലിലെ നിയമങ്ങൾ നിങ്ങൾക്കറിയില്ലല്ലോ. യാത്രയിലെ ഒരു ശവം ദുശകുന. ഓരോരോ അന്ധവിശ്വാസങ്ങളെ. സത്യമാണോടോ? ഞാൻ പറഞ്ഞത് സത്യ. ഒരിക്കൽ എൻ്റെ ആശാൻ ഇതുപോലൊരു അബദ്ധം കാണും. കടലമ്മയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ശവം കൊണ്ട് ബോട്ട് യാത്ര പുറപ്പെട്ടു. ആശാനും ബോട്ടും പിന്നെ മടങ്ങി വന്നിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? അല്ല, താനെന്താ ഈ പറഞ്ഞു വരുന്നേ? ആ ജീവനെടുത്തത് കടലമ്മയാണെങ്കിൽ അത് കടലമ്മയ്ക്ക് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോ നമ്മളാരും കരയ്ക്കത്തില്ല. എങ്കിൽ നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. കടലമ്മ അവനെ വിളിച്ചു എന്ന് കരുതിയാൽ മതി. ഈ അവസ്ഥയിൽ പറയാൻ പാടില്ലാത്തതാ. ഈ ശവം വെച്ചുകൊണ്ട് ഇനി യാത്ര തുടർന്നുകൂടാ. എന്താ നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങൾ എന്തായി പറയുന്നേ? കടലിലെ നിയമം അറിയുന്നതുകൊണ്ട് പറയുക. ഒരു ശവം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് അപകട. കണ്ടില്ലേ കടലാകെ കോപിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് വേണം? കണ്ട് കൊതി തീർന്നിട്ടില്ല എന്റെ മോനെ. കണ്ണാ, അച്ഛനൊന്ന് നോക്കടാ, അച്ഛനൊന്ന് നോക്കടാ. നിങ്ങൾ ഈ കുഞ്ഞിന്റെ ബോഡി എന്ത് ചെയ്യാൻ പോകുന്നു? അത് നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നേ? നിങ്ങൾ പറഞ്ഞ പണം ഞാൻ എടുത്തന്നില്ലേ നിങ്ങൾക്ക്? ഇനി നിങ്ങളൊന്നും പറയണ്ട, ഇനി നിങ്ങളൊന്നും പറയണ്ട. എന്റെ മോൻ പോയി, എന്റെ മോൻ പോയി. പറയുന്നത് സ്വസ്ഥമായി കേൾക്കൂ. കടലാകെ കോപിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ അധിക നേരം ഈ ബോട്ട് ഇങ്ങനെ പോകും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഒരു ശവം കൊണ്ടുള്ള യാത്ര അപകടമാണ്. കടലിലെ വിശ്വാസങ്ങൾക്ക് അത് എതിരാണ്. ബോട്ടിലേതാ ഒരു ലീക്ക്? ആ ബക്കറ്റ് എടുത്ത് വെള്ളം മുക്കി പുറത്തേക്ക് ഒഴിക്കൂ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോയാൽ ബാക്കിയുള്ളവരെ കൂടി കടലെടുക്കുമെന്ന്. ഈ ശവം ഇവിടെ ഉപേക്ഷിച്ചേ പറ്റൂ. എന്ത് ദുഷ്ടത്തരാ നിങ്ങൾ ഈ പറയുന്നേ?
ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം ഞങ്ങൾ അപ്പൂനെ കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. കരയിൽ അവരെ എവിടെയെങ്കിലും അടക്കണം ഞങ്ങൾക്ക്. ഈ കടലിലെ മീനുകൾക്ക് തിന്നാനുള്ളതല്ല എന്റെ ചക്കരെ. ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ കൊടുക്കില്ല. എന്റെ മോനെ ആർക്കും ഞാൻ കൊടുക്കൂല. നിങ്ങൾ ഈ കാണിക്കുന്നത് വിവരക്കേടാ. നമ്മളൊക്കെ കരയിലെത്തിയിട്ട് വേണ്ടേ? എല്ലാവരും ഇവിടെ തീരും, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ചാവാൻ മനസ്സില്ല. നിങ്ങള് അയാൾ പറയുന്ന കേക്ക്. ഈ ശവവും കൈവച്ച് എത്ര നേരം ഇവിടെ ഇരിക്കും? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്റെ അപ്പൂനെ ഇവിടെ കളയാൻ പറ്റില്ല. എന്റെ മോന്റെ മുഖം കണ്ടു കൊതി തീർന്നിട്ടില്ല ഞാൻ. ഇവിടെ ഞങ്ങൾ 10-15 പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. അവരെ കൂടി കൊലക്ക് കൊടുക്കണോ? കണ്ടില്ലേ, കടൽ വന്ന് കയറുന്നത് കണ്ടില്ലേ? ഇനിയും ഈ ശവം വെച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. അയ്യോ ദേവി, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. കരയെത്തിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും അടക്കിക്കൊള്ളാം. കണ്ടില്ലേ എല്ലാവരും പറയുന്നത്, ഇവനാ ഇപ്പൊ ദുശ്ശകരെന്ന്. ഒന്നും അറിയാത്ത ഈ കുഞ്ഞു ജീവനാത്രേ ഈ കടലിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്നത്. ഞാൻ വിട്ടു തരൂല. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. കഥ പറയാനുള്ള സമയമില്ല. വേഗം അതെടുത്ത് കളയൂ. ഞങ്ങൾ ബലം പ്രയോഗിക്കണോ? ആരും തൊടരുത്. എന്റെ മോനെ വിട്. അപ്പു അയ്യോ, ആരും തൊടല്ലേ. അരുത്. എന്റെ മോന്റെ കുഞ്ഞിക്കൈയും കാലും നിങ്ങൾ പിടിച്ചു വലിച്ച് നശിപ്പിക്കണ്ട. ഞാൻ തന്നെ അവരെ കടലിൽ കൊടുക്കാം. മോനെ അപ്പു, അച്ഛനോട് പൊറുക്കണ. എന്റെ മോനെ അച്ഛനോട് പൊറുക്കണ. പോട്ടെ, അവനെ കൂടെ കടലിൽ തിന്നാലേ കടലിന്റെ കോപം അടങ്ങുമെങ്കിൽ എന്റെ മോനും പോട്ടെ. എങ്കിൽ അടങ്ങിക്കോട്ടെ. വിനീത മോളെ, നിവൃത്തിയോടുണ്ടാ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്ന്. ഇല്ലെങ്കിൽ ഇവന്മാര് നമ്മളെയൊക്കെ ഈ കടലിലേക്ക് തള്ളും. നമുക്ക് നമ്മുടെ അമ്മ മോളുണ്ടല്ലോ. അമ്മോളെ നമുക്ക് നമ്മുടെ അമ്മ മോളുണ്ട്. അമ്മോ വിനീത, എന്റെ കുഞ്ഞ് മാറിപ്പോയി. നമ്മുടെ കുഞ്ഞ് മാറിപ്പോയി. അയ്യോ, അയാൾ കടലിൽ ചാടി. അയാളെ പിടിക്കൂ. അമ്മോ, ജീവനുള്ള എന്റെ മോള്, അവളെയാണല്ലോ ദുഷ്ടന്മാരെ ഞാൻ കടലിലേക്ക് എറിഞ്ഞത്. പിരി നമ്മുടെ അമ്മു. മോനെ, നിന്നെ കളയാൻ നോക്കിയതാ ഈ അച്ഛൻ. പോയത് നമ്മുടെ അമ്മുവാടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും ഇതിനെ പിടിച്ചിവിടെ ഇരിക്കണോ? എടുക്കരുത്. കൊല്ലും ഞാൻ. നിങ്ങളുടെ അന്ധവിശ്വാസമാ ഞങ്ങൾ ആരുമില്ലാത്തവരാക്കിയത്. കണ്ണ് ചോരയില്ലാത്തവന്മാരെ. ഇനി ഞങ്ങളെ കുഞ്ഞിനെ വിട്ടുതരില്ല. കടലിന്റെ കോപം. മിണ്ടിപ്പോകരുത്. ഇനി ഈ കടൽ കോപിച്ച് എല്ലാവരെയും ഇല്ലാതാക്കിയാലും വേണ്ടില്ല. ഈ യാത്ര എവിടെ അവസാനിക്കുന്നു അതുവരെ ഞങ്ങൾ അപ്പുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇവൻ
ചേട്ടന്റെ ഈ തണുത്ത ശരീരത്തിന് ഞങ്ങളുടെ ഉയരില്ലാതാവുന്നവരെ ഞങ്ങൾ ചൂട് കൊടുക്കും. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, യാത്ര അവസാനിക്കുന്നവരെ ഇവനുണ്ടാവും ഞങ്ങളുടെ കൂടെ. അപ്പോ വിട്ടുകൊടുക്കില്ല, ആർക്കും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ശിവദാസൻ ദിനേശ് കുറ്റിയിൽ, വിനീത സൗമ്യ കൃഷ്ണപ്രസാദ്, സ്രാങ് ജിബിൻ ആന്റണി, മധു ജെയ്സൺ മുണ്ടുകോട്ടയ്ക്കൽ, മാത്യൂസ് രമേശ് വണ്ടാനം, റഷീദ് സച്ചിൻ ശങ്കർ. വാർത്താവായന ആതിര ധനേഷ്. യാത്രക്കാർ ധനേഷ് പിള്ള, അജികുമാർ സർവാൻ. പ്രത്യേക നന്ദി അജികുമാർ സർവാൻ, രാജഗോപാൽ ചെങ്ങന്നൂർ, ബിൻസു കൂത്തപ്പള്ളി. ശബ്ദമിശ്രണം കപിൽ രഞ്ജിത്ത് തമ്പാൻ. നാടക രൂപാന്തരണം സഹസംവിധാനം മിനേഷ് രാമനുണ്ണി. കഥാ സംവിധാനം ദിനേശ് കുറ്റിയിൽ. അവതരണം ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ.